ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹോം ടൂർ വീഡിയോ ആണ് കേട്ടോ. ഞാൻ ശരിക്കും വീഡിയോസൊക്കെ ഇട്ടിട്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞു. അപ്പോൾ മോണിറ്റൈസേഷൻ എൻ്റെ ഫെബ്രുവരിയിലാണ് ആയത്. അപ്പോൾ അതിന് ശേഷം ഞാൻ കുറേ വീഡിയോസൊക്കെ ഇട്ട് വേഗം ക്യാഷൊക്കെ കയ്യിൽ കിട്ടണമെന്ന് ആഗ്രഹിച്ചതായിരുന്നു. പക്ഷേ എനിക്ക് ഒരു മാസത്തോളം വീഡിയോസ് ഇടാൻ പറ്റിയില്ല. കാരണം പാലുകാച്ചലുമായി ബന്ധപ്പെട്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ. ഏപ്രിൽ 3 പാലൊക്കെ കാച്ചി, ഏപ്രിൽ 12 ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. എങ്കിലും നല്ല തിരക്കാണ് കേട്ടോ. അപ്പോൾ എനിക്കിവിടെ റേഞ്ചും കാര്യങ്ങളൊക്കെ കുറവാണ്. പിന്നെ സൗണ്ട് പൊല്യൂഷൻ കാരണം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് കേട്ടോ. വീഡിയോസൊന്നും എടുത്താലും എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഇത് തന്നെ എടുത്തത് എങ്ങനെയൊക്കെയോ തിരക്ക് പിടിച്ചെടുത്തതായിരുന്നു. അപ്പോൾ പുറമേയുള്ള സൗണ്ടുകളൊക്കെ കേൾക്കാം ചിലപ്പോൾ. അപ്പോൾ ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ സ്ഥലം പരിചയപ്പെടുത്താം. പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിലെ ചെങ്ങനാങ്കോട് എന്ന സ്ഥലത്താണ് കേട്ടോ നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മുറ്റം. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അതിർത്തി എന്ന് പറയുന്നത്. ഇത് മറ്റുള്ളവരുടെ മതിൽ വരുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മൾ നെറ്റ് വെച്ച് അടച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ. നായ്ക്കളൊക്കെ വന്ന് സിറ്റൗട്ടിൽ കയറി കിടക്കുന്നത് കാരണമാണ് അടച്ചു വെച്ചത്. ഇപ്പോൾ ഡ്രമ്മൊക്കെ വെച്ചിരിക്കുകയാണ് കേട്ടോ, ഇവിടെ നെറ്റില്ലാത്ത കാരണം. അപ്പോൾ ആ സ്ഥലം വേറൊരാൾ ഇപ്പോൾ വാങ്ങിച്ചിട്ടുണ്ട്. ഏട്ടൻ്റെ ഫ്രണ്ട് തന്നെയാണ്. അപ്പോൾ അവർ വരുമ്പോൾ അത് മതിലൊക്കെ കെട്ടി സെറ്റാക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ സിറ്റ് ഔട്ടാണ് കേട്ടോ ഇത് കാണുന്നത്. അപ്പോൾ മുമ്പിലായിട്ടൊരു കസേര പോലെ ഒരു 4 ആൾക്ക് ഇരിക്കേണ്ട രീതിയിലുള്ളത് ഇട്ട് വെച്ചിട്ടുണ്ട്. അതൊരു ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. എൻ്റെ മേമ ഗിഫ്റ്റ് തന്നായിരുന്നു. അപ്പോൾ ഇത് എൻ്റെ ചെടികളാണ് കേട്ടോ. കറ്റാർ വാഴയാണ്, ഞാൻ ക്വാർട്ടേഴ്സിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അത് ചെറുതായിട്ടൊക്കെ വാടിപ്പോയി, എങ്കിലും ഞാനത് നട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ചട്ടിയിലുള്ളതൊന്നും അധികം വാടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ അവിടെ നിന്ന് കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ഫ്രണ്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ ആദ്യം സൈഡൊക്കെ ഒന്ന് കാണിച്ചു തരാം. കുറച്ച് സ്ഥലമേ ഉള്ളൂ. 5.25 സെൻറ്റിലാണ് കേട്ടോ നമ്മൾ വീട് പണിതിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 2 സൈഡേയും മതിൽ കെട്ടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ സൈഡ് മതിൽ കെട്ടിയിട്ടുണ്ട്, ഫ്രണ്ടേജും കെട്ടിയിട്ടുണ്ട്. ബാക്ക് മറ്റുള്ളവരുടെയാണ് കേട്ടോ. പുറത്തൊരു ടോയ്ലറ്റ് വരുന്നുണ്ട്. ടോയ്ലറ്റും നമുക്ക് അത്യാവശ്യം കുളിക്കാനൊക്കെ സൗകര്യമുണ്ട് കേട്ടോ. വലിയൊരു ബാത്റൂം തന്നെയാണ് എന്ന് പറയാം. അപ്പോൾ കുറച്ച് ഒരു ഇടവഴി കാണുന്നുണ്ടോ, അതാണ് ചെറിയൊരു ഗ്യാപ്പ് ഉള്ളതിലൂടെ പോകാൻ. അപ്പോൾ ഇത് അടുക്കള ഭാഗമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതാണ് ഫ്രണ്ടേജ്. അപ്പോൾ ഞാൻ തനിച്ച് തന്നെയാണ് കേട്ടോ വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ കുറച്ച് ക്ലാരിറ്റി കുറവും പിന്നെ ചെറിയ അപാകതകളൊക്കെ ഉണ്ടാവും, ക്ഷമിക്കണം. അപ്പോൾ ഇതാണ് കേട്ടോ ഫ്രണ്ടേജ്. ഫ്രണ്ടിലൊരു കാട് പോലെയാണ്, കാടല്ല മറ്റുള്ളവരുടെ ഒരു കളമാണ് കേട്ടോ. അപ്പോൾ അതിൽ കുറേ മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാം കേട്ടോ. ഫ്രണ്ടിൽ തന്നെ ഒരു ചവിട്ടിയൊക്കെ കാണാം വലുതായിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ കാണിച്ചു തരാം. സിറ്റ് ഔട്ട് പുറമേ നിന്ന് കണ്ടു, എങ്കിലും ഒന്നുകൂടെ കയറിയിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ, ഇത് ഒരു 4 പേർക്ക് ഇരിക്കാം. ഇതെൻ്റെ മേമ തന്ന ഗിഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയും പോകുമ്പോൾ വലിയൊരു സിറ്റ് ഔട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ വാഷിംഗ് മെഷീനാണ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ട് വെറുതെ വെച്ചിരിക്കുകയാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇപ്പോൾ വർക്കൊക്കെ ചെയ്യാൻ പറ്റും, കാരണം വേറെ സൈഡിലേക്ക് വയ്ക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഒന്ന് ജസ്റ്റ് മാറ്റേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ തിരക്കും കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് വാതിലൊക്കെ അടിച്ച് വെറുതെ ഒന്ന് തുറന്ന് കാണിച്ചു തരാം. അപ്പോൾ തുറക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഹാൾ എന്ന് പറയുന്നത്. ലിവിങ് ഏരിയ എന്നൊക്കെ പറയില്ലേ, ഹാള്. അപ്പോൾ പൂജ സെറ്റ് വാങ്ങി വെച്ചാണ് കേട്ടോ, നമ്മൾ തന്നെ വാങ്ങിയതാണ്. ഇത് ഏട്ടൻ്റെ വലിയ അനിയത്തി ഗിഫ്റ്റ് തന്നാണ് കേട്ടോ. ഇതെന്ന് സോഫ സെറ്റ് എന്ന് പറയുന്നത്. പിന്നെ മറ്റേ ചെറിയൊരു ടേബിൾ കാണുന്നുണ്ടല്ലോ, അത് മാമിൻ്റെ ഗിഫ്റ്റ് തന്നെയാണ്. രണ്ടും കൂടി ഉള്ളതാണ് കേട്ടോ. ഇതിൽ ഏകദേശം ഒരു 5 പേർക്ക് ഇരിക്കാം. ഒന്ന് കോർണറിൽ കാണാതെ ഇരിക്കാൻ പറ്റത്തില്ല കേട്ടോ. അത് എന്തെങ്കിലും നമുക്ക് ചെടികളോ അങ്ങനത്തെയൊക്കെ വെക്കേണ്ട ഒരു സീറ്റാണത്. പിന്നെ TV നമ്മൾ തന്നെ അവിടെ നിന്ന് വാങ്ങിച്ചു തന്നെയാണ്. പിന്നെ ഇത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വരുത്തിയതാണ് കേട്ടോ. TV സ്റ്റാൻഡ് എന്ന് പറയുന്നത് ജസ്റ്റ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഫോട്ടോസും കാര്യങ്ങളൊക്കെ വയ്ക്കാൻ പറ്റും. പിന്നെ ചെറുതായിട്ട് സാധനങ്ങളൊക്കെ വയ്ക്കാൻ പറ്റും കേട്ടോ. ദൈവത്തിൻ്റെ വിഗ്രഹങ്ങളും അങ്ങനത്തെ ഒരുപാട് വെയിറ്റുള്ളതൊന്നും ഇതിൽ വയ്ക്കാൻ പറ്റത്തില്ല, ചിലപ്പോൾ ഡാമേജ് ആയി പോകും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ദൈവത്തിനെ കാണാൻ പറ്റും. അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പൂജാമുറിയൊന്നും ഇല്ല, അതുകൊണ്ട് പൂജൻ്റെ ഒരു സെറ്റ് വാങ്ങി വെച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കയറി വരുമ്പോൾ കാണുന്ന
ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത്. അതും എനിക്ക് കൂടുതലായിട്ട് പറയാനൊന്നും അറിയത്തില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് വേഗത്തിൽ ഞാൻ പറഞ്ഞു പോവാണ്. എനിക്ക് ഒട്ടും സമയമൊന്നുമില്ല. മോള് ചിലപ്പോൾ കരയും. അപ്പോൾ ഞാൻ ഇതൊരു ഗിഫ്റ്റാണ് കേട്ടോ, ഡൈനിങ് ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചേച്ചി തന്ന ഗിഫ്റ്റാണ്. പിന്നെ ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ കണ്ടില്ലേ, ഗ്ലാസ്സാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത്. വാതിൽ തന്നെയാണ്, അപ്പോൾ ഗ്ലാസിൻ്റെ വാതിലാണ്. അപ്പോൾ നമുക്കത് തുറന്ന് പുറത്തേക്ക് പോകാൻ പറ്റും കേട്ടോ. ജനാല എന്ന് കരുതും, ജനാല അല്ലാതെ വാതിൽ തന്നെയാണ് കേട്ടോ. നമ്മൾ പ്ലാനിങ് കുറച്ച് വേറെ ആയിരുന്നു. അതിൻ്റെ ഫ്രണ്ടിൽ ഗ്രില്ലൊക്കെ ഇടണം ഇനി. അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ എന്ന് പറയുന്നത് നമുക്ക് വാഷ് ഫേസ് സെറ്റ് ചെയ്ത സ്ഥലമാണ്. കണ്ടില്ലേ, ഇതിൽ കുറേ സാധനങ്ങളൊക്കെ വയ്ക്കാൻ പറ്റും കേട്ടോ. കണ്ടില്ലേ, അടിയിലും മേലെയും കുറച്ച് സാധനങ്ങളൊക്കെ വയ്ക്കാൻ പറ്റും. ബ്രഷും പേസ്റ്റൊക്കെ വയ്ക്കാൻ പറ്റും. ഇത് നമ്മൾ സ്റ്റെയർ കേസിൻ്റെ ഭാഗമായിട്ട് അവിടെ കുറച്ച് വേസ്റ്റ് സാധനങ്ങളൊക്കെ നമുക്ക് ഇട്ട് വയ്ക്കാൻ പറ്റും കേട്ടോ. ഒരുപാട് വേസ്റ്റ് സാധനങ്ങൾ അതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയെന്ന് പറയുന്നത് നമുക്ക് മെയിനായിട്ട് വരുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള, പെണ്ണുങ്ങൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടമുള്ള അടുക്കള ഭാഗമാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അടുക്കള ഒരു കുഞ്ഞടുക്കളയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ സിങ്ക് വെച്ചിരിക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വരുത്തിയതാണ് കേട്ടോ. പിന്നെ അധികം ഇതൊന്നും വെച്ചിട്ടില്ല. നമ്മൾ സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് കബോർഡുകളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. 2 കബോർഡ് സെറ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ പാത്രങ്ങളൊക്കെ വെക്കാൻ ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ അവിടെ നിന്ന് കൊണ്ടുവന്നത് തന്നെയാണ്. മറ്റേത് വാങ്ങിച്ചില്ല കേട്ടോ, തുരുമ്പ് പിടിക്കുന്ന പറഞ്ഞിട്ടാണ് കേട്ടോ മറ്റേ സ്റ്റീലിൻ്റെ വാങ്ങിക്കാത്തത്. പിന്നെ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതായിരുന്നു വെള്ളം പ്യൂരിഫയർ അല്ലേ, അത് പറയാൻ മറന്നു. മേലെ ഏട്ടൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് തന്നായിരുന്നു കേട്ടോ. 2 ഫ്രണ്ടുമാരും കൂടെ ഗിഫ്റ്റ് തന്നായിരുന്നു. സിങ്ക് എന്ന് പറയുന്നത് ഇത് കണ്ടില്ലേ, നല്ല ഫ്ലെക്സിബിളാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കാൻ പറ്റും. നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും പെട്ടെന്ന് പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട്, സൗകര്യത്തിന് വേണ്ടിയിട്ട്. പിന്നെ മേലെ ഒന്നും കബോർഡ് വർക്കൊന്നും ചെയ്തിട്ടില്ല, വെറുതെ ഇങ്ങനെ വിട്ടിരിക്കുകയാണ് കേട്ടോ. അതിനൊക്കെ ഒരുപാട് കാശാകത്തില്ല, അപ്പോൾ അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് വിട്ടിരിക്കുകയാണ്. ഫ്രിഡ്ജ് നമ്മുടെ പഴയ തന്നെയാണ്. അപ്പോൾ നമ്മൾ അടുക്കള ഭാഗത്തു നിന്ന് തുറന്നു കഴിഞ്ഞാൽ പുറം ഭാഗം കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ വെള്ളം പ്യൂരിഫയർ വെച്ചത് കണ്ടില്ലേ മേലെ, അതിൽ നമുക്ക് അപ്പോൾ 15 ലിറ്ററിൻ്റെ പ്യൂരിഫയറാണ് കേട്ടോ അതുള്ളത്. അപ്പോൾ ഇതിലേക്ക് വേസ്റ്റ് വെള്ളം വന്ന് വീഴുന്നതാണ്. അപ്പോൾ ഏകദേശം അതേപോലെ തന്നെ വെള്ളം വീഴും കേട്ടോ. 15 ലിറ്റർ തന്നെ വെള്ളം ഇതിലേക്കും വീഴുന്നതായിരിക്കും. അപ്പോൾ നമുക്കത് തുണി അലക്കാനും പാത്രം കഴുകാനൊക്കെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഇത് നമ്മുടെ ബോറിട്ടതാണ് കേട്ടോ. പിന്നെ പൈപ്പും ഉണ്ട്. അപ്പോൾ അടുക്കള വശത്ത് വീണ്ടും ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കൂടെ വന്ന് നമുക്ക് ഇനി പുറത്തും കാഴ്ചകളൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഗ്ലാസ്സിനകത്തൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ പുറത്തെ കാഴ്ചകളൊക്കെ അങ്ങനെ കണ്ടിട്ട് കഴിക്കാൻ ധാരാളം കുരുവികളൊക്കെ വരും കേട്ടോ. ഒന്ന് ആ ജനാലയ്ക്കകത്ത് ഒന്ന് തട്ടാറുണ്ട്. ഇതാണ് കേട്ടോ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത്. നമ്മുടെ ഫസ്റ്റത്തെ ബെഡ്റൂമാണ്. ഇതും ഗിഫ്റ്റാണ് കേട്ടോ. ഡ്രസ്സിങ് ടേബിൾ എന്ന് പറയുന്നത് എന്നെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ തന്നെയാണ് കേട്ടോ ഫോൺ വെച്ച് വീഡിയോസ് എടുക്കുന്നത്. ഞാൻ വേറെ ട്രൈപോഡോ ഒന്നും വാങ്ങിച്ചിട്ടില്ല. സാധാരണ ഒരു ഫോൺ വെച്ചിട്ട് തന്നെയാണ് എടുക്കുന്നത്. അലമാര ഇത് എൻ്റെ വീട്ടിൽ നിന്ന് തന്ന ഗിഫ്റ്റാണ് കേട്ടോ. പിന്നെ കട്ടിലെന്ന് പറയുന്നത് ഏട്ടൻ്റെ ചെറിയ അനിയത്തി തന്ന അതാണ്, കട്ടിലും ബെഡും. പിന്നെ ഇത് നമ്മൾ വാങ്ങിച്ചാണ് കേട്ടോ, ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു. വലിയ ഇതൊന്നുമില്ല, എങ്കിലും നമുക്ക് അത്യാവശ്യം തുണികളൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റും ഇല്ലേ. അപ്പോൾ നമ്മൾ വേറെ കബോർഡുകളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. ഇതും ഫ്ലിപ്കാർട്ടിൽ നിന്ന് വരുത്തിയതാണ് കേട്ടോ. ഏകദേശം 7 അറകൾ വരുന്നുണ്ട്. ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് ഇതിലിട്ട് വയ്ക്കാൻ പറ്റും കേട്ടോ. ഇതാണ് നമ്മുടെ ജനാല. അപ്പോൾ നമുക്ക് തുറക്കുന്ന രീതിയിലല്ല കേട്ടോ, സ്ലൈഡ് പോലെ ഇങ്ങനെ നീക്കുന്നതാണ്. സ്ഥലം കുറവായത് കാരണം നമ്മളിങ്ങനെ ചെയ്തതാണ് കേട്ടോ. പിന്നെ കർട്ടൻ ഇടണം, അതിന് വേണ്ടി അളവൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പതുക്കെ ഇടാമെന്ന് കരുതിയിരിക്കുകയാണ് കേട്ടോ. എപ്പോഴും നല്ല വെളിച്ചമാണ് കേട്ടോ. നമുക്ക് ലൈറ്റിൻ്റെ ആവശ്യം പോലും ഇല്ല. വലിയ ജനാലയൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ നല്ല വെളിച്ചം ഉണ്ട്. പിന്നെയെന്ന് പറയുന്നത് AC ആണ് കേട്ടോ. ഇതും ഗിഫ്റ്റാണ്, ഏട്ടൻ്റെ അനിയൻ തന്ന ഗിഫ്റ്റാണ് കേട്ടോ. പിന്നെ മേലെ നമ്മൾ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. വേസ്റ്റ് സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വേസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അത്യാവശ്യം ഉപയോഗിക്കാത്ത സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇവിടെയും ജനാലയുണ്ട്, ചെറിയൊരു ജനാല, ഡബിൾ ആയിട്ടുള്ളത്. പിന്നെയെന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഈ റൂമിൽ എൻ്റെ സാധനങ്ങളൊക്കെയാണ്, ചെറിയ ചെറിയ സാധനങ്ങൾ, മേക്കപ്പ് സാധനങ്ങൾ. അപ്പോൾ ഈ റൂമിൽ ബാത്റൂം കാണിച്ചു തരാം. സാധാ എല്ലാവിടെയും ഉള്ള പോലെ തന്നെയാണ്.
ഷവറും കാര്യങ്ങളും. പിന്നെ ഹീറ്ററൊന്നും വെച്ചിട്ടില്ല, വെക്കാൻ വേണ്ടി ഇത് വിട്ടിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ഇത് കഴുകുന്ന ഇത് അത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് വേറെ റൂമിലേക്ക് പോകാം കേട്ടോ. താഴെ 2 ബെഡ്റൂമാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. അപ്പോൾ സ്റ്റെയർ കേസ് തൊട്ടടുത്ത് തന്നെ സ്റ്റെയർ കേസ്, അടുത്തത് ഒരു ചെറിയൊരു ബെഡ്റൂമാണ് കേട്ടോ. ഇതാണ് താഴെയുള്ള 2ാമത്തെ ബെഡ്റൂം എന്ന് പറയുന്നത്. എൻ്റെ മെഷീനാണ് കേട്ടോ. എനിക്ക് വലുതായിട്ട് അടിക്കാനൊന്നും അറിയില്ല, എങ്കിലും സ്റ്റിച്ച് വിട്ടതൊക്കെ അടിക്കാൻ വേണ്ടി വാങ്ങിയതാണ്. ഇത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വരുത്തിയതാണ് കേട്ടോ. തുണിയൊക്കെ തൂക്കിയിടാൻ വേണ്ടിയിട്ട് ഏകദേശം 10-20 ഹാങ്ങറും തുണിയും ഒക്കെ നമുക്ക് തൂക്കിയിടാൻ പറ്റും. അപ്പുറത്ത് ജനാല തുറന്നാൽ നമ്മുടെ പുറമേയുള്ള ബാത്റൂം കാണാൻ പറ്റും കേട്ടോ. പിന്നെ എവിടെയും കബോർഡ് വർക്കൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ 2 പേർക്ക് കിടക്കാനുള്ള സൗകര്യമുണ്ട് കേട്ടോ. ഏകദേശം ഇവിടെ ഒരു ബാത്റൂമുണ്ട്. അതേപോലെ തന്നെയാണ് അത്യാവശ്യം ഹീറ്ററും വെച്ചിട്ടില്ല, അതൊക്കെ വിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കിയെല്ലാം അതേപോലെ തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് അടയ്ക്കാം. ഇത് മാപ്പാണ് കേട്ടോ, ഇതൊക്കെ വാങ്ങിച്ച് തൂക്കിയതാണ്. ഇതിനകത്ത് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് പുറത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡൈനിങ് ടേബിൾ കാണാൻ പറ്റും. ഇനി അപ്പുറത്ത് നമ്മുടെ വേറെ മാസ്റ്റർ ബെഡ്റൂം ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. എനിക്ക് ഫുള്ളായിട്ട് കാണിച്ചു തരാൻ പറ്റാത്തോളം ഞാനിങ്ങനെ കണ്ടില്ലേ, 2 ബെഡ്റൂം അടുത്തടുത്ത് തന്നെയാണ്. സ്റ്റെയർ കേസിൻ്റെ അപ്പുറത്തൊന്ന് ഇപ്പുറത്തൊന്ന്. ഇനി നമുക്ക് മേലോട്ട് പോകാം കേട്ടോ. അപ്പോൾ മേലോട്ട് പോകുമ്പോൾ കണ്ടില്ലേ, ഇതിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പുറമെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇതും സ്ലൈഡ് പോലെ നിൽക്കുന്ന ജനാലയാണ്. നമുക്ക് തുറക്കേണ്ട ജനാല അധികം ഇല്ല കേട്ടോ, 1-2 വരുന്നുള്ളൂ. ഹാളിൽ മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ അങ്ങനെയുള്ളത്. അപ്പം നമുക്ക് പുറമെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പുറത്ത് കുറേ ബിൽഡിങ്സ് കണ്ടില്ലേ, വീടുകൾ തന്നെയാണ്. നിറയെ എന്താ പറയുക, ഓരോ കോളനികളാണ്. അതിൻ്റെ പേര് എനിക്കറിയത്തില്ല. കോളനിയല്ല, വില്ലയാണ് കേട്ടോ, ഒരു വില്ലയാണ്. അപ്പോൾ ഇത് നമ്മുടെ ബാക്കിൽ വീടുണ്ട്, അവരുടെ സ്ഥലം തന്നെയാണ്. ഇതിലാണ് നമുക്ക് കല്ലും മണ്ണൊക്കെ കൊട്ടാൻ വേണ്ടി സ്ഥലം തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ മേലോട്ട് പോകാം. അപ്പോൾ നല്ല കാഴ്ചകളാണ് കേട്ടോ അവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ കൂടെ പുറത്ത് പോകാൻ പറ്റും. ഇതിലൂടെ ഇത് 3ാമത്തെ ബെഡ്റൂം എന്ന് പറയുന്നത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അതിൻ്റെ മേലെ തന്നെ ഉള്ള ബെഡ്റൂമാണ് കേട്ടോ. ഇത് അതേപോലെ സ്പേസും ഉണ്ട്. അപ്പോൾ ഇതിലും 2 പേർക്ക് കിടക്കാനുള്ള ഒരു കട്ടിലിട്ടുണ്ട്. ഇത് പഴയ അലമാറയാണ് കേട്ടോ, നമ്മൾ കോട്ടസിൽ നിന്ന് കൊണ്ടുവന്നത്. ഇത് മുകളിലെ ചെയറാണ്, നമുക്ക് ഇരിക്കാനുള്ള ആവശ്യത്തിന് വേണ്ടി വാങ്ങിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഇതും സ്ലൈഡ് തന്നെയാണ് കേട്ടോ ജനാല സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതും ബാത്റൂമും. അപ്പോൾ ബാത്റൂം നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. ലാസ്റ്റ് മേലത്തെ ആയത് കാരണം നല്ല ഹൈറ്റ് ഉണ്ട് ഈ ബാത്റൂം. അപ്പോൾ ഇവിടെ ഒരു ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, എന്നെ കാണുന്നുണ്ട് കണ്ടില്ലേ. ഇത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വരുത്തിയതായിരുന്നു. അതിൻ്റെ ഉള്ളിൽ കുറേ സോപ്പും അതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. സാധനങ്ങൾ ഷേവ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ ബുക്സും കാര്യങ്ങളാണ് ടേബിൾ ഇട്ടിട്ടുണ്ട്, അതിൽ ബുക്സൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പുറത്ത് ഒരു വാതിലുണ്ട്, നമുക്കത് തുറന്നു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു സീനറി പോലെ കാണാൻ പറ്റും കണ്ടില്ലേ. പുറത്ത് ഇവിടെ ഒരു 3 ചെയറൊക്കെ ഇട്ട് വെക്കാൻ പറ്റും. ഇത് നമ്മൾ എന്താ പറയുക, ഏണി എന്നൊക്കെ പറയില്ല, നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വരുത്തി തന്നെയാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് വരുത്തിയതാണ് കേട്ടോ അത്. അപ്പോൾ ഇവിടെ നിന്നാലും നമുക്ക് പുറത്ത് കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. പക്ഷേ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ചെറുതായിട്ട് വെള്ളത്തിൻ്റെ ചാറിലൊക്കെ അടിക്കാറുണ്ട് കേട്ടോ. അവിടെ ഒരുപാട് പൊടിയും വരാറുണ്ട്. അതൊരു ഷോ പോലെയാണ്. അപ്പോൾ അത് അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ജനാല പറഞ്ഞില്ലേ, സ്ലൈഡ് പോലെ തന്നെയാണ്. അപ്പോൾ നമുക്കിതിൽ തുണിയൊക്കെ വിരിച്ച് അയൺ ചെയ്യാൻ പറ്റും കേട്ടോ ഇവിടെ ഈ തിട്ടിൽ. അപ്പോൾ കണ്ടില്ലേ, അപ്പുറത്ത് കാണാൻ പറ്റും നല്ല മരങ്ങളൊക്കെയാണ് അപ്പുറത്ത് ഉള്ളത്. അപ്പോൾ രാത്രിയൊക്കെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കട്ടോ മരങ്ങൾ, മേളിൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ പുറത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോന് ബോൾ വെച്ച് കളിക്കുകയാണ്, ആ സൗണ്ടാണ് കേട്ടോ നിങ്ങൾ കേൾക്കുന്നത്, ഒന്നും വിചാരിക്കല്ലേ. അപ്പോൾ എനിക്ക് സൗണ്ട് ഇല്ലാതെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇവിടെ. അപ്പോൾ നമ്മുടെ ടൈലാണ് കേട്ടോ, ടൈല് കാണിക്കാൻ മറന്നു. ഇതാണ് കേട്ടോ എൻ്റെ സെലക്ഷനാണ് ടൈല്. അപ്പോൾ ഇത് വുഡിൻ്റെ ടൈല്. നമ്മൾ എന്താ പറയുക, അടുക്കളയിലും സ്റ്റെയർകേസിലോട്ട് ചെയ്ത് നമ്മൾ മേലോട്ട് വന്നു കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു ഷീറ്റ് ഇട്ടിട്ടുണ്ട് ഫ്രണ്ടിൽ. അതിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഏട്ടൻ്റെ എക്സസൈസ് ചെയ്യുന്ന സൈക്കിളാണ്. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഫ്രണ്ടിലെ ബോൾ വെച്ച് തട്ടിക്കൊണ്ടേയിരിക്കുകയാണ്, ഭയങ്കര സൗണ്ടാണ് കേട്ടോ.
അപ്പോൾ ഒന്നും വിചാരിക്കരുത്. അപ്പോൾ ഈ സൗണ്ടിനിടയിൽ എന്തിനാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് വിചാരിക്കും. പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ കുറേ നാളായില്ലേ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ എനിക്ക് ഡോളർ ഒന്നും കയറുന്നില്ല. അപ്പോൾ മോണിറ്റൈസേഷൻ ആകാത്തവർ ഒരുപാട് ബുദ്ധിമുട്ടി മോണിറ്റൈസേഷൻ ആക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് മോണിറ്റൈസേഷൻ ആയിട്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ. അതുകൊണ്ടാണ് ആ സൗണ്ടിനിടയിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തത്. ക്ഷമിക്കണം. അപ്പോൾ എന്തായാലും ചെറിയൊരു വീഡിയോസ് ഇടാമെന്ന് കരുതി അത് വലിയൊരു വീഡിയോസായി. എല്ലാവരും അവസാനം വരെ ക്ഷമയോട് കാണണം. പുറമേയുള്ള കാഴ്ചകളാണ് കേട്ടോ. ഇതിന് മേലെ നമ്മുടെ വാട്ടർ ഡ്രം വെച്ചിട്ടുണ്ട്, 1000 ലിറ്ററിൻ്റെ. പിന്നെ പുറത്ത് ഇതാണ് കേട്ടോ വഴി എന്ന് പറയുന്നത്. സാധാ മണ്ണ് വഴി റോഡ് തന്നെയാണ്. ഇവിടെ ഇനി പഞ്ചായത്ത് റോഡ് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. നമ്മൾ താഴെ ഒന്നും കണ്ടില്ലേ, അപ്പുറത്തെ വീടാണ് കേട്ടോ അത്. ഇതാണ് കേട്ടോ അപ്പുറത്തെ ഒരു 4 ചേരടാന്ന് പറഞ്ഞിട്ട് ആ സ്ഥലം കണ്ടില്ലേ, ഇതാണ്. അപ്പോൾ ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകാൻ കേട്ടോ. മോള് കരയാനൊക്കെ തുടങ്ങി ഇരിക്കുകയാണ്. അപ്പോൾ എനിക്ക് എന്താ മോൻ വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനിടയിലാണ് ഞാൻ വീഡിയോസ് എടുത്തത്. അപ്പോൾ ഞാൻ ഹോളിലെത്തി ഇരിക്കുകയാണ് കേട്ടോ. നല്ല ചൂടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നടന്ന് മതിയായി. ഇതൊരു ചെറിയ ഹോം ടൂർ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. ഞാൻ കുറേ നാളായിട്ടോ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ പാല് കാച്ചലുമായി ബന്ധപ്പെട്ട് ഒരുപാട് തിരക്കും കാര്യങ്ങളായിരുന്നു. അപ്പോൾ നമ്മൾ 3-ാം തീയതി പാല് കാച്ചി കേട്ടോ. ഏപ്രിൽ 12-ാം തീയതി ഫംഗ്ഷനൊക്കെ ആയിരുന്നു. അതിൻ്റെ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പാല് കാച്ചലിൻ്റെ ചെറിയൊരു വീഡിയോസ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ റേഞ്ചും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, 2-3 ഇടാൻ വേണ്ടിയിട്ട് കോട്ടസിൽ നിന്ന് തന്നെ. പക്ഷേ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അതങ്ങനെ പോയി. അപ്പോൾ ഇനി ഇടയ്ക്ക് വീഡിയോസൊക്കെ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്താ പറയുക, യൂട്യൂബ് പരമായിട്ടുള്ളത് തന്നെ കേട്ടോ. ടെക്ക് സംബന്ധിച്ച് എന്തെങ്കിലും എനിക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. മോണിറ്റൈസേഷനൊക്കെ ആയതുകൊണ്ട് നമുക്ക് വീഡിയോസ് ഇട്ടാൽ മാത്രമേ വല്ലതും കിട്ടത്തുള്ളൂ. $100 ആയാലേ നമുക്ക് ക്യാഷ് കയ്യിൽ കിട്ടത്തുള്ളൂ. ഇന്നിപ്പോൾ എൻ്റെ ഏകദേശം ഒരു $50 പോലും ആയിട്ടില്ല. അപ്പോൾ ഞാൻ ഏകദേശം ഒരു മാസത്തോളം വീഡിയോസ് ഒന്നും ഇട്ടില്ലല്ലോ. നിങ്ങൾക്കറിയാം, നമുക്ക് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഡോളർ കയറത്തുള്ളൂ. ഡോളർ കയറുക എന്ന് പറഞ്ഞാൽ വലിയതായിട്ടൊന്നും കയറില്ല. നമുക്ക് വീഡിയോസിന് നല്ല റീച്ച് ഉണ്ടെങ്കിൽ മാത്രമേ കയറത്തുള്ളൂ. അപ്പോൾ ഞാനിനി തുടർന്ന് വീഡിയോസ് ഇടയ്ക്ക് ഇടാൻ നോക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ടായിരിക്കണം. Okay, bye. Thank you.